ചാച്ചാ, ഈ പയ്യന്മാര് പറയുന്നില്ലേ അവർക്ക് വേട്ട വേണ്ടെന്ന്. അപ്പൊ പിന്നെ വേണ്ടെന്ന് തന്നെയാ. എന്തിനാ വെറുതെ അവരെ ശല്യം ചെയ്യുന്നത്? ഞങ്ങൾ പുല്ല് തിന്നണോ മാംസം തിന്നണോ എന്നത് ഞങ്ങളുടെ ടെൻഷനാ. അമ്മാവൻ എന്തിനാ വെറുതെ ചോര തിളപ്പിക്കുന്നത്? ഞങ്ങളിപ്പോൾ സിറ്റിയിൽ പോയി ഫ്രീ ആയി സദ്യ കഴിക്കാറുണ്ട്. അതുകൊണ്ട് മുയലിനെയും നായയെയും കൊല്ലുന്ന ഈ ചെറിയ പണി ഞങ്ങൾക്കില്ല. വാടാ, നമുക്ക് ഡിന്നർ ടൈമായി. കൻഹാപൂർ അതിനിബിഡമായ ഒരു വനമായിരുന്നു. അവിടെ സിംഹവും പുലിയും ചീറ്റപ്പുലിയും കുറുക്കനും തുടങ്ങി എല്ലാത്തരം മൃഗങ്ങളും വസിച്ചിരുന്നു. കാടിന്റെ അതിർത്തിയോട് ചേർന്ന് നേരത്തെ ഒന്നോ രണ്ടോ ചെറിയ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ കാടിനടുത്തുള്ള ഗ്രാമങ്ങളിൽ നഗരത്തിന്റെ കാറ്റു വീശാൻ തുടങ്ങിയിരുന്നു. ഗ്രാമവാസികളുടെ ജീവിത രീതിയും ഭക്ഷണ രീതിയുമെല്ലാം വേഗത്തിൽ മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം മോര് കുരങ്ങ, എത്ര നാളായി കണ്ടിട്ട്? ഈടെയായി കാട്ടിലൊന്നും നിന്റെ ഒച്ച കേൾക്കാറില്ലല്ലോ. എല്ലാം സുഖല്ലേ? അതെ സീറ്റുബായ്, എല്ലാം സുഖാണ്. ഞാൻ കുറെ നാളുകൾക്ക് ശേഷം തിരിച്ചു വന്നതല്ലേ, അതുകൊണ്ടാവാം എന്നെ കാണാൻ പറ്റാതിരുന്നത്. കുറെ നാൾ കഴിഞ്ഞാണല്ലോ വരുന്നത്. നീ ഇത് എവിടെ പോയതായിരുന്നു? സീറ്റുബായ്, നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേര് മോനു എന്നാണ്. ഞാൻ ഒരിക്കൽ ഒരു ഉറപ്പ് കൊടുത്താൽ പിന്നെ ഞാൻ എന്റെ വാക്കിന് മാത്രമേ വില കൊടുക്കൂ. എന്നെ തന്നെ അനുസരിക്കാത്ത ഞാൻ പിന്നെ സിംഹത്തിനെ അനുസരിക്കുമോ? അതുകൊണ്ടാ ഞങ്ങൾ തമ്മിൽ അടിയുണ്ടായത്. അല്ല അലിയ, സിംഹരാജാവിന്റെ കണ്ണിൽപ്പെടുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് എന്തിനാ? കാട്ടിലെ നിയമം അറിയില്ലേ? അതൊക്കെ പോട്ടെ ബായ്. ഈ കാടും ഇവിടുത്തെ പഴയ നിയമവും ഇതൊക്കെ ഒരു ജീവിതമാണോ അളിയ? നമുക്ക് വേണ്ടത് ഒരു ബിന്ദാസ് ലൈഫ് സ്റ്റൈലാണ്. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കണം. ശരി, അപ്പൊ ഇപ്പോ എവിടെയാ താമസം? പിന്നെ ഇതെന്ത് കോലമാ? കണ്ണിൽ എന്തിനായി കറുത്ത കണ്ണട വെച്ചിരിക്കുന്നത്? ഞാൻ നഗരത്തിൽ ഒരു റെസ്റ്റോറന്റിന് പുറത്തുള്ള വേപ്പുമരത്തിലാണ് താമസം. പകൽ മുഴുവൻ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വരും. വൈകുന്നേരം ബാക്കി വരുന്ന പീസയും പാസ്തയും അവർ വേസ്റ്റ് ബോക്സിലിടും. ഞാൻ അതെടുത്ത് സുഖമായി കഴിക്കും. പിന്നെ ഈ കറുത്ത കണ്ണട സ്റ്റൈലിന് വേണ്ടി വെക്കുന്നതാ. ഇപ്പോൾ നിങ്ങൾ കാട്ടുമൃഗങ്ങളല്ലേ, നിങ്ങൾക്ക് ഈ സ്റ്റൈലൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ഞാൻ വെറും ഒരു കുരങ്ങനല്ല, നഗരത്തിൽ ജീവിക്കുന്ന സ്റ്റൈലിഷ് കുരങ്ങനായി മാറി. കുറച്ചൊക്കെ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? പിന്നെ എന്താ പറയുന്നേ? ഈടെയായി ഇംഗ്ലീഷ് ഭക്ഷണമാണോ കഴിക്കുന്നത്? ജീവിത രീതി പോലും മാറിയല്ലോ. നിന്റെ ജീവിതം തന്നെ ആകെ മാറിയല്ലോ. പിന്നെ അല്ലാതെ. ഇവിടെ കാട്ടിൽ കഴിഞ്ഞ ദിവസം മുഴുവൻ ഈ വയറു നിറയ്ക്കാനുള്ള മാർഗം നോക്കേണ്ടി വരുന്നു. എപ്പോഴും ഈ ഇരപിടുത്തത്തിന്റെ കാര്യം മാത്രം ആലോചിക്കേണ്ടി വരുന്നു. പിന്നെ ഷെർസിംഗ്, അവന്റെ പേടിയുമുണ്ടല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ലേ? അത് ശരിയാ. ഇര കിട്ടിയില്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന പേടി എപ്പോഴും കാണും. ഒന്നുറങ്ങിയാൽ നമ്മൾ മറ്റേതെങ്കിലും മൃഗത്തിന്റെ ഇരയാകും. ഇവിടെ സമാധാനമായി ഉറങ്ങാൻ പോലും പറ്റില്ല. അതാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പകൽ മുഴുവൻ ആസ്വദിക്കുകയാണ്. രാത്രിയിൽ ഒരു പ്രഭുവിനെ പോലെ ഡിന്നർ കഴിച്ചുറങ്ങും. ഒരു പേടിയുമില്ല, വിഷമവുമില്ല. പിന്നെ നഗരത്തിൽ ഈ സ്ട്രഗിൾ എന്ന സംഗതിയേ ഇല്ല. മോനുവിന്റെ വാക്കുകൾ സീറ്റുവിനെ വല്ലാതെ ആവേശം കൊള്ളിച്ചു. മോനു നഗരത്തിലേക്ക് തിരിച്ചുപോയെങ്കിലും സീറ്റുവിന്റെ മനസ്സിപ്പോഴും മോനു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. എടാ മുന്ന, ഗുഡു, ഇങ്ങോട്ട് കേൾക്ക്. നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? നല്ല വിശപ്പുണ്ട് ബായ്. പക്ഷേ ഇപ്പോൾ ശിക്കാർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ചെറിയ മൃഗങ്ങൾ പോലും പുലികളായിട്ടുണ്ട്. എത്ര ദിവസമായി ഒരു സസലെ നോക്കി നിൽക്കുന്നു, ഒന്നും കിട്ടുന്നില്ല. എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്റെ കൂടെ വാ. ഭക്ഷണത്തിന് ഒരു വഴിയുണ്ട്. രാത്രി കനത്തപ്പോൾ സീറ്റു തന്റെ കൂട്ടുകാരായ മുന്നയെയും ഗുഡുവിനെയും കൂട്ടി നഗരത്തിലേക്ക് തിരിക്കുന്നു. എനിക്ക് നല്ല പേടിയാവുന്നു ബായ്. മനുഷ്യരുടെ കയ്യിൽ വലിയ ആയുധങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും നമ്മളെ കണ്ടാൽ? നീ ഒന്ന് മിണ്ടാതിരിക്കെ, ശബ്ദമൊന്നും ഉണ്ടാക്കരുത്. ആരെങ്കിലും നോക്കിയാൽ മുഖം താഴ്ത്തിക്കോ. അപ്പോൾ അവർ കരുതിക്കോളും നായയാണെന്ന്. ഇപ്പോൾ മിണ്ടാതെ നടന്നുവാ. പിന്നെ നഗരത്തിലുള്ളവരൊക്കെ രാത്രി സ്വന്തം വീടുകളിൽ AC ഇട്ട് നല്ല തണുപ്പത്ത് സുഖമായി വിശ്രമിക്കുകയാണ്. നമ്മളെപ്പോലെ മൃഗങ്ങളെപ്പോലെ ഇരയും തേടി ആരും ഇങ്ങനെ ഇറങ്ങാറില്ല. കുറച്ചു സമയത്തിനുള്ളിൽ സീറ്റു കുറുക്കൻ ഒരു കമ്പോളത്തിൽ എത്തിച്ചേർന്നു.
അവിടെ നിരവധി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉണ്ടായിരുന്നു. അവയ്ക്ക് പുറത്ത് വലിയ വലിയ ചവറ്റുകുട്ടകൾ വച്ചിരുന്നു. എടാ മക്കളെ, നല്ല ഉഗ്രൻ മണമാണല്ലോ വരുന്നത്. ഈ ഡസ്റ്റ്ബിൻ ഒന്ന് തുറന്നേ. ആ മോന് പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മനുഷ്യരുടെ ഇടയിലാണെങ്കിൽ റെഡിമെയ്ഡ് ഫുഡ് ഡസ്റ്റ്ബിന്നിൽ കിടന്ന് വെറുതെ ചീഞ്ഞു പോവുകയാണ്. നമ്മൾ അവിടെ കാട്ടിൽ ആ വയറു നിറയ്ക്കാൻ വേണ്ടി ദിവസവും എത്ര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് പഠിക്കുന്നത്. എടാ മുന്ന, ഗുഡു, നോക്കി നിൽക്കാതെ ആ പെട്ടി മറിച്ചിട്ട് ആ ഭക്ഷണം വരിച്ച് പുറത്തിടൂ. നമുക്കൊന്ന് രുചിച്ചു നോക്കണ്ടേ ഈ മനുഷ്യരുടെ പീസയും ബർഗറും ഒക്കെ. ഇത് കഴിച്ചിട്ടാണല്ലോ നമ്മുടെ കാട്ടുകുരങ്ങൻ നഗരത്തിലെ ബാബുവായത്. സീറ്റുവും ഗുഡുവും മുന്നേയും ചേർന്ന് റെസ്റ്റോറന്റിന് പുറത്ത് വച്ചിരുന്ന ചവറ്റുകുട്ട തട്ടിമറിച്ചിട്ടു. അതിനുശേഷം മൂവരും സന്തോഷത്തോടെ പിസയും ബർഗറും കഴിച്ച് സദ്യയുണ്ണുകയായിരുന്നു. അയ്യോ, ഇതെന്താ ഞാൻ കഴിച്ചത്? ഭയങ്കര എരിവ്. വെള്ളം കൊണ്ടുവാടാ. ഭായ്, ഇത് നോക്കിയേ, എന്തു തരം കുപ്പിയാ ഇവിടെ കിടക്കുന്നത്. ഇതിനകത്തു നിന്ന് വലിച്ചു കുടിക്കാനുള്ള ഒരു പൈപ്പും തൂങ്ങിക്കിടപ്പുണ്ട്. ഇതൊന്ന് കുടിച്ചു നോക്കിയേ. ഇത് പൈപ്പല്ല, സ്ട്രോ എന്നാണ് ഇതിനെ പറയുന്നത്. നഗരത്തിലുള്ളവർ ജ്യൂസ് കുടിക്കാൻ ഉപയോഗിക്കുന്നതാ. മോനു കുരങ്ങൻ പറഞ്ഞതാ. മുന്നയുടെയും ഗുഡുവിന്റെയും വാക്കുകേട്ട് സീറ്റു ഒരു ശീതള പാനീയ കുപ്പിയിലെ സ്ട്രോ വഴി അത് കുടിക്കാൻ തുടങ്ങുന്നു. എടാ മക്കളെ, ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് പൂച്ചയുടെ ചോരയേക്കാളും സൂപ്പറാണ്. ഇപ്പോൾ ഇത് കുടിച്ചപ്പോൾ ഞാൻ സത്യം ചെയ്യുകയാണ്, ഇനി പൂച്ചയുടെ ചോര ഞാൻ തൊടുകയില്ല. അപ്പോൾ സംഗതി ഫൈനലായി. ഒരു കഷ്ടപ്പാടുമില്ലാതെ ഇത് കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ എലിയെയും പൂച്ചയെയും പട്ടിയെയും കൊന്നു തിന്നുന്നത്? വെറുതെ എല്ലാവരുടെയും ശാപം വാങ്ങേണ്ടി വരും. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി മുതൽ ഞാൻ ഫുൾ വെജിറ്റേറിയനാ. പറഞ്ഞാൽ ശരിക്കും നോ വയലൻസ്. സീറ്റ് ബായി പറഞ്ഞു, നോ വയലൻസ്. അപ്പൊ പിന്നെ അത്ര തന്നെ. ഞങ്ങളും ഭായിയുടെ കൂടെയുണ്ട്. അതെ, നമ്മൾ 3 പേരും ചങ്ക് ബ്രോസ് അല്ലേ? നിങ്ങളുണ്ടെങ്കിൽ ഞാനും നഗരത്തിൽ വന്ന് സദ്യ കഴിക്കും. സൗജന്യമായി കിട്ടുന്ന ഭക്ഷണത്തിന്റെ രുചി ഒരിക്കൽ അറിഞ്ഞതോടെ കാട്ടിലെ ഇരയെ കണ്ടാൽ പോലും സീറ്റുവും ഗുഡുവും മുന്നേയും അത് വെറുതെ വിടാൻ തുടങ്ങി. മോനെ, ആ പൂച്ച നിന്റെ മുന്നിലൂടെയാണല്ലോ പോയത്. എന്താ നീ അതിനെ പിടിക്കാത്തത്? നിനക്ക് സുഖമില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മാവ. പക്ഷേ ഞാൻ ചിക്കാർ നിർത്തി. ഞാൻ ഇനി പച്ചമാംസം കഴിക്കില്ല. എന്ത് പച്ചയല്ലെങ്കിൽ പിന്നെ നീ വേവിച്ചാണോ കഴിക്കുന്നത്? അമ്മാവ, ഞാൻ പറഞ്ഞു തരാം. ഈ പട്ടിയെയും പൂച്ചയും പിടിച്ചു തിന്നുന്നതും ഇരയെ തേടി പകൽ മുഴുവൻ അലഞ്ഞു തിരിയുന്നതുമൊക്കെ പഴയ കാര്യങ്ങളായി. ഇതൊക്കെ നിങ്ങളെ പിങ്ങളെ പോലെയുള്ള പ്രായമായവർക്ക് ചേരുന്നതാ. ഞങ്ങൾ ഈ പുതിയ കാലത്തെ പിള്ളേരാ. വയറു നിറയ്ക്കാൻ ഞങ്ങൾ ഒരു അടിപൊളി വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് എന്തു പറ്റി? ശിക്കാർ ഉപേക്ഷിക്കാൻ മാത്രം എന്ത് വഴിയാണ് നിങ്ങൾക്ക് കിട്ടിയത്? കുറുക്കൻ ശിക്കാർ ചെയ്തില്ലെങ്കിൽ പിന്നെ പുല്ല് തിന്നുമോ? അല്ല ചാച്ചാ, ഈ പയ്യന്മാര് പറയുന്നില്ലേ അവർക്ക് വേട്ട വേണ്ടെന്ന്. അപ്പോ പിന്നെ വേണ്ടെന്ന് തന്നെയാ. എന്തിനാ വെറുതെ അവരെ ശല്യം ചെയ്യുന്നത്? ഞങ്ങൾ പുല്ല് തിന്നണോ മാംസം തിന്നണോ എന്നത് ഞങ്ങളുടെ ടെൻഷനാ. അമ്മാവൻ എന്തിനാ വെറുതെ ചോര തിളപ്പിക്കുന്നത്? ഞങ്ങളിപ്പോൾ സിറ്റിയിൽ പോയി ഫ്രീ ആയി സദ്യ കഴിക്കാറുണ്ട്. അതുകൊണ്ട് മുയലിനെയും നായയെയും കൊല്ലുന്ന ഈ ചെറിയ പണി ഞങ്ങൾക്കില്ല. വാടാ, നമുക്ക് ഡിന്നർ ടൈമായി. മക്കളെ, ഇന്ന് നിങ്ങൾക്ക് സുഖമായി തോന്നുന്ന ഈ കാര്യം നാളെ നിങ്ങൾക്ക് വലിയ വിനയാകും. മാസങ്ങളായി നിങ്ങളൊന്നും വേട്ടയാടിയിട്ടില്ലെന്ന് കണ്ടാലറിയാം. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് കാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. വയസ്സായ കുറുക്കൻ മൂവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും സൗജന്യമായി കിട്ടുന്ന ഭക്ഷണത്തിന്റെ ലഹരിയിൽ അവർ മതിമറന്നിരുന്നു. അന്ന് രാത്രി 3 കുറുക്കന്മാരും നഗരത്തിലെ തെരുവുകളിലെത്തിയപ്പോൾ ഒരു കാവൽക്കാരൻ അവരെ കണ്ട് ഒച്ചവെച്ചു. തുടർന്ന് നഗരവാസികൾ വടികളുമായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി. എങ്ങനെയൊക്കെയോ മൂവരും ജീവൻ രക്ഷിച്ച് കാട്ടിലേക്ക് തിരിച്ചോടി. അലിയ, ഇന്ന് തലനാടിഴക്കാണ് രക്ഷപ്പെട്ടത്. അവർ നമ്മളെ ഇന്ന് തീർത്തേനെ. നഗരത്തിലുണ്ടായ സംഭവത്തിനു ശേഷം അടുത്ത 2-4 ദിവസത്തേക്ക് കുറുക്കന്മാർ നഗരത്തിലേക്ക് പോയില്ല.
3 ദിവസമായി ഒന്നും കഴിച്ചിട്ട് വിശന്നിട്ട് ആകെ വയ്യാതായി. ശരി, ഇന്ന് നഗരത്തിലേക്ക് പോകാം. ഇപ്പോൾ ആളുകൾ ആ സംഭവമൊക്കെ മറന്നതാണ്. പാതിരാത്രിക്ക് കുറുക്കന്മാർ വീണ്ടും നഗരത്തിലെത്തിയപ്പോൾ ആളുകൾ മുമ്പത്തേക്കാൾ കൂടുതൽ ജാഗ്രതയിലാണെന്നും പലയിടത്തും പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും അവർ കണ്ടു. തിരിച്ചു പോവാണ്ട, അവരിപ്പോഴും വടിയുമായ റോഡിലുണ്ട്. ഇന്ന് അവരുടെ കയ്യിൽ കിട്ടിയാൽ നമ്മുടെ ചമ്മന്തി അരയ്ക്കും. സീട്ടുവും ഗുഡുവും മുന്നെയും അന്നും ഒന്നും കഴിക്കാതെ തിരിച്ചുപോയി. അങ്ങനെ 3 ദിവസം കൂടി കടന്നുപോയി. വിശപ്പ് സഹിക്ക വയ്യാതെ അവരുടെ വയറ് കത്താൻ തുടങ്ങിയിരുന്നു. ഇന്ന് ഞാൻ നഗരത്തിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ. ഈ വിശപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മൂവരും അർദ്ധരാത്രിക്ക് ശേഷം വീണ്ടും നഗരത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ന് റോഡുകളിൽ വടിയുമായി കാവൽക്കാരൊന്നും തങ്ങളെ കാത്തുനിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അവർ വേഗത്തിൽ ആ വലിയ ചവറ്റുകുട്ടകൾക്കടുത്തേക്ക് ഓടിയെത്തി. അവിടെയായിരുന്നു അവർക്കെന്നും വയറു നിറയെ ഭക്ഷണം ലഭിച്ചിരുന്നത്. അകത്തുനിന്ന് നല്ല മണം വരുന്നുണ്ട്. വേഗം ഈ പെട്ടി മറിച്ചിടൂ, വിശന്നിട്ട് വയ്യാ. മുന്നേയും സീറ്റുവും ഗുഡുവും ചവറ്റുകുട്ടകൾ പലതവണ മറിച്ചിടാൻ ശ്രമിച്ചു. എന്നാൽ നഗരവാസികൾ ചവറ്റുകുട്ടകൾക്ക് അടപ്പുകൾ വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് വൈകാതെ മനസ്സിലായി. അത് തുറക്കുക എന്നത് ഒരു കുറുക്കനും സാധ്യമായ കാര്യമായിരുന്നില്ല. മണിക്കൂറുകളോളം മൂവരും കഠിനമായി പരിശ്രമിച്ചു. തങ്ങളെ ഓടിക്കാനായി നഗരവാസികൾ മനഃപൂർവ്വം ഈ അടപ്പുള്ള ചവറ്റുകുട്ടകൾ വെച്ചതാണെന്ന് അവർക്കൊടുവിൽ ബോധ്യമായി. നിസ്സഹായരായി 3 കുറുക്കന്മാരും കാട്ടിലേക്ക് മടങ്ങി. ഒരു മരച്ചുവട്ടിൽ പോയി കിടന്നു. അപ്പോഴാണ് ആ വയസ്സൻ കുറുക്കൻ അങ്ങോട്ട് വരുന്നത്. നിങ്ങൾ 3 പേരും ആകെ തളർന്നു പോയല്ലോ. ഭക്ഷണമൊന്നും കിട്ടിയില്ലേ? വയസ്സന്റെ വാക്കുകൾ കേട്ട് 3 കുറുക്കന്മാരും തല താഴ്ത്തി നിന്നു. എനിക്കറിയാം, നഗരത്തിൽ ഭക്ഷണം കിട്ടാനിപ്പോൾ പ്രയാസമാണെന്ന് മോനുകുരങ്ങൻ എന്നോട് പറഞ്ഞു. പിന്നെ കുറുക്കനെയും പുലിയെയും നഗരത്തിൽ കണ്ടാൽ ആളുകൾ വെറുതെ വിടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തടഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അധ്വാനമില്ലാത്ത ജീവിതം ശീലമായി പോയി. വിഷമിക്കണ്ട, ശിക്കാർ ചെയ്ത് ഭക്ഷണം കണ്ടെത്തൂ. പക്ഷെ അമ്മാവ, ഞങ്ങൾക്കിപ്പോ ശിക്കാർ ചെയ്യാൻ പറ്റുന്നില്ല. ഇരുന്ന് ശീലമായി പോയി. ഒരു പ്രാവിനെ പോലും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. ശരി, ഞാൻ നിങ്ങളെ സഹായിക്കാം. ശിക്കാർ ചെയ്യാനും കാട്ടിലെങ്ങനെ പോരാടി ജീവിക്കണമെന്നും ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് പഠിക്കണോ? വയസ്സൻ കുറുക്കൻ പറഞ്ഞത് ഇപ്പോൾ അവർക്ക് വ്യക്തമായി മനസ്സിലായി. അന്ന് തന്നെ അവർ വീണ്ടും വേട്ടയാടാൻ പഠിച്ചു തുടങ്ങി. ഗുഡുവിനും മുന്നയ്ക്കും സീറ്റുവിനും ജീവിതത്തിലെ ഒരു വലിയ പാഠം ലഭിച്ചു. എളുപ്പമെന്ന് തോന്നുന്ന വഴികളെല്ലാം ശരിയാകണമെന്നില്ല. കഠിനാധ്വാനവും പരിശ്രമവും ഉപേക്ഷിക്കാതിരിക്കുക എന്നതാണ് പ്രധാനം.